5 വർഷമായി മുന്നോട്ട് നയിക്കുന്ന ഗവൺമെന്റിന് വീണ്ടും അധികാരത്തിലെത്തുക എന്നുള്ളത് ഈ നയങ്ങൾക്കെതിരെ ലോകത്തിന്റെ നാനാഭാഗത്ത് അധ്വാനിക്കുന്ന തൊഴിലാളി വർഗം നടത്തുന്ന പ്രക്ഷോഭ സമരങ്ങൾക്ക് ഊർജം പകരുന്ന ഒന്നാണ് എന്ന് നമുക്കറിയാം. ലോകത്താകമാനം തന്നെ ഈ നയങ്ങൾ കാരണം വലിയ അസമത്വമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തും സ്ഥിതി വ്യത്യസ്തമല്ല. ലോകത്തിലെ ആകമാനമുള്ള സാമ്പത്തിക അവസ്ഥയെ കുറിച്ച് പഠനം നടത്തിയ ഓക്സ്ഫോമിന്റെ റിപ്പോർട്ട് ഈയിടെ പുറത്തു വന്നിട്ടുണ്ട്. അതും ഈ അസമത്വത്തെ സാക്ഷ്യപ്പെടുത്തുന്ന ഒന്നാണ്. ഈ അസമത്വം രാജ്യത്ത് ലോകത്തിക്ക് ഏകമാർഗം എന്നാണ് ഇവർ പറയുന്നത്. മറ്റു ബദൽ മാർഗങ്ങളില്ല. there is no alternative. പക്ഷെ ഇന്ന് കൊണ്ടെത്തിച്ചിരിക്കുന്നത് എവിടെയാണ്? 2020 തുടക്കത്തിൽ നമ്മുടെ രാജ്യത്ത് തന്നെ ഈ നയം നടപ്പിലാക്കിയതിന്റെ ഭാഗമായി വലിയ സാമ്പത്തിക പ്രതിസന്ധി വന്നു ചേർന്നു എന്ന് ഭരണത്തിലിരിക്കുന്നവർ എന്ന് പറയുന്ന ഒരു അവസ്ഥ. ആ അവസ്ഥ ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെയും പിന്നീട് വന്നിട്ടുള്ള കോവിഡിന്റെയും ആഘാതം മുഴുവൻ താങ്ങേണ്ടി വന്നിട്ടുള്ള ഒരു വിഭാഗമായി രാജ്യത്തെ അധ്വാനിക്കുന്നവരും സാധാരണക്കാരും മാറി കഴിഞ്ഞിരിക്കുകയാണ്. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന നയം ഇവിടെ നടപ്പിലാക്കുമ്പോൾ അതിനെതിരെയുള്ള ഒരു ബദൽ നയമെന്ന രീതിയിൽ ഈ രാജ്യത്തെ പാവപ്പെട്ടവരെയും തൊഴിലാളി വർഗത്തെയും സാധാരണക്കാരെയും മുന്നിൽ കണ്ടുകൊണ്ട് വികസനക്ഷേമ പ്രവർത്തനങ്ങളുമായി 5 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ. സഖാവ് തപൻസൻ ഇവിടെ എത്തിച്ചേർന്നു എന്നറിയിച്ചത് സ്വാഭാവികമായും നമ്മളൊരു ആലോചന നടത്തി. അപ്പോൾ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് അദ്ദേഹം സംബന്ധിക്കേണ്ട ഒരു പരിപാടി ഈ രാജ്യത്തെ തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന സഖാവിന്റെ പരിപാടി ആദ്യത്തേത് തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും ഒരു റാലിയാവണമെന്ന് തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കോഴിക്കോട് നഗരത്തിൽ ഈ റാലി നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളത്. ഈ റാലിയിൽ CITU പുറമെ മറ്റു ഇടതുപക്ഷ AITUC ഉൾപ്പെടെയുള്ള മറ്റു ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകൾ പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ സർവീസ് മേഖലയിലുള്ള ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളും പങ്കെടുക്കുന്നുണ്ട്. ഈ പരിപാടിയിലേക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഖാവ് തപൻസൻ അദ്ദേഹത്തെ on behalf of the organizing committee and on behalf of all of you, I welcome Comrade Tapansan to this rally. CITUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയോടെയുണ്ട് സഖാവ് ഇളമരം കരീമിനെയും ഞാൻ ഈ റാലിയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി AITUCയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് PK നാസറിനെ ആദരവോടെ ക്ഷണിക്കുന്നു. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കോമ്രേഡ് തപൻസൻ, CITUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇളമരം, ജില്ലാ സെക്രട്ടറി മുകുന്ദൻ, ജില്ലാ പ്രസിഡന്റ് മാമ്പറ്റ ശ്രീധരൻ, സർവീസ് സംഘടന നേതാക്കന്മാരെ, പ്രിയപ്പെട്ട തൊഴിലാളി സഖാക്കളെ, സഹോദരന്മാർ, കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത പരിപാടികൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. CITUയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തപൻസനും അതുപോലെ തന്നെ AITUCയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അമർജിത് കൗറും ഇന്ന് കേരളത്തിലുണ്ട്. ഏറ്റെടുത്തതാണോ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത? നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് നൽകപ്പെടുന്ന അന്നം പോലും മുടക്കിയ ബൂർഷ്വാ ജനാധിപത്യത്തിന്റെ പ്രതിരൂപമായ പ്രതിപക്ഷം, ആ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനത്തിനെതിരായി വലിയ പ്രതിഷേധമാണ് കേരളത്തിലെ ജനമനസ്സുകളിൽ ഇന്ന് ഉയർന്നു വരുന്നത്. ജനനന്മക്ക് എന്നും മുൻതൂക്കം നൽകിക്കൊണ്ട് ജനക്ഷേമകരമായ പ്രവർത്തനം ഈ കഴിഞ്ഞ 5 വർഷക്കാലവും വീടില്ലാത്തവന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുകയും ഒരു വീട് എന്ന സ്വപ്നം അവന്റെ ജീവിതത്തിൽ നിറവേറ്റി കൊടുക്കുകയും ചെയ്ത ഒരു ഗവൺമെന്റ് എല്ലാ ദുരന്തങ്ങൾ വന്നപ്പോഴും 5 വർഷക്കാലവും തള്ളക്കോഴി കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ ഈ കേരളത്തിൽ ഈ തൊഴിലാളി സംഗമം
ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കോമ്രേഡ് തപൻസറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. Leaders on the dais, Comrade Nasir, the leader of the NTC, we got to come here, and other leaders. Comrade, we are here while the entire people of Kerala is going to confront a major political battle. And this battle, they are not confronting only for Kerala alone. The battle is for the entire country. And in particular, the battle is for the entire working people of the country, who are assiduously writing a glorious history. The entire country, whatever we have built up during the last 70 years of independence, whatever we have built up, everything is being sought to be destroyed by those in the present government, only to benefit the foreign imperialist lobby. And unfortunately, the Indian corporates are shamelessly behaving as the junior partner of the imperialist forces and presiding over the destruction process of the entire country's national economy. Now, in order to go through this process, they require the democracy to be demolished. That political governance is to be completely authoritarianized. And in the midst of that political perversion being promoted by this present government at the center, this election is taking place. This round of assembly election is taking place. In 5 states, the special interest for the present ruling class during dispensation is on 2 states, Kerala and West Bengal. Today, the first phase of polling is taking place in West Bengal. They are targeting, concentrating entire force there, not merely the central government and their political party, but the entire corporate class, entire media who are fed by the corporates. Everybody is concentrated. We are fighting the political battle in such a context, such an atmosphere, and the challenge is huge. That alone, which has been taking up and exposing these anti-people, anti-national policies from the very beginning, they have a special role to play at this crucial juncture in this combat. And the working people of Kerala, you are representing them, you have a very, very big responsibility. And I tell this with a confidence because we are a part of that movement. It is not that an outsider is coming and addressing you. I am an integral part of your movement as CI2, the movement of the working people. My AITC calling all, we are an integral part of this movement. So we feel confident that LDF government victorious, but also for
promoting much more aggressive struggle to destroy the source of the destructive policies, which has now set the entire political team. സർവനാഥർ, പ്രിയപ്പെട്ട നേതാക്കളെ, സുഹൃത്തുക്കളെ, സഹാക്കളെ, ഇവിടെ കേരളത്തിലെ ജനങ്ങൾ ഒരു രാഷ്ട്രീയ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, അത് കേരളത്തിന് വേണ്ടി മാത്രമല്ല, മുഴുവൻ തൊഴിലാളികൾക്കും വേണ്ടിയുള്ള ഒരു സമരമാണ് കേൾക്കുന്നത്. നമുക്ക് തിളക്കമാർന്ന ഒരു ചരിത്രമുണ്ട്. നിരന്തരമായ സമരങ്ങളുടെ തിളക്കമാർന്ന ചരിത്രം തൊഴിലാളി പ്രസ്ഥാനത്തുണ്ട്. ഇത് തൊഴിലാളികളുടെ സ്വന്തമായ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളല്ല. നമ്മുടെ നാട് സ്വാതന്ത്ര്യത്തിന് ശേഷം നേടിയെടുത്ത എല്ലാ നന്മകളും അതെല്ലാം തകർക്കപ്പെടുകയാണ്. ആഗോള സാമ്രാജ്യത്വത്തിന് സഹായകരമായ രീതിയിൽ എല്ലാം തകർക്കുന്നതിന് ദൗർഭാഗ്യവശാൽ ഈ സാമ്രാജ്യത്വ ശക്തികളുടെ ജൂനിയർ പാർട്ട്ണർമാരായി ഇന്ത്യയിലെ കോർപ്പറേറ്റുകളുണ്ട്. അവർ ഇത് തകർക്കാൻ കൂട്ടുനിൽക്കുകയാണ്. രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ, ഇതിന് ജനാധിപത്യം മുഴുവൻ തകർക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള നയങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ജനാധിപത്യത്തിൽ തന്നെ തകർക്കേണ്ടതുണ്ട്. ഏകാധിപത്യപരമായ പ്രവണത ഉടലെടുത്തു കഴിഞ്ഞു. ഈ മാറ്റത്തിൻ്റെ പ്രക്രിയ തുടരുന്നതിനിടയിൽ ആണ് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ്, 5 സംസ്ഥാനങ്ങളിലെ അസംബ്ലി തെരഞ്ഞെടുപ്പ്. ഭരണവർഗത്തിന് പ്രത്യേക താല്പര്യമുള്ള 2 സംസ്ഥാനങ്ങളാണ് കേരളവും ബംഗാളും. ബംഗാളിലെ 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുകയാണ്. അവിടെ മുഴുവൻ ശക്തി ഉപയോഗിച്ച് കോർപ്പറേറ്റുകൾ അവിടെ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. കോർപ്പറേറ്റുകൾ മാത്രമല്ല, അവരെ തീറ്റിപ്പോറ്റുന്ന മാധ്യമങ്ങളും മുഴുവൻ ഒന്നിച്ച് അവിടെ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വെല്ലുവിളി വളരെ കടുത്തതാണ്. തൊഴിലാളികളുടെ പ്രസ്ഥാനം തൊഴിലാളി വർഗത്തിന് വേണ്ടി മാത്രമല്ല പോരാട്ടം നടത്തിയിരിക്കുന്നത്. ജനവിരുദ്ധമായ നയങ്ങൾക്കെതിരെ തുടക്കത്തിലെ പോരാടി പോകുന്നവരാണ് തൊഴിലാളി വർഗം. അതുകൊണ്ട് തന്നെ തൊഴിലാളി വർഗത്തിന് ഒരു പ്രത്യേക റോളുണ്ട് ഈ പോരാട്ടത്തിൽ. കേരളത്തിലെ തൊഴിലാളി വർഗത്തിന്റെ പ്രതിനിധികളാണ് നിങ്ങൾ. ഞാൻ നിങ്ങളുടെ ഭാഗ്യമാണ്. ഇതിനെ ഈ ഗവൺമെന്റ് ഭരണവർഗത്തിന്റെയും നയങ്ങളെ ഫലപ്രദമായി തിരിച്ചടിക്കത്തക്ക വ്യക്തി, അതിന് നിങ്ങൾ പ്രാപ്തരാണ് എന്നെനിക്കറിയാം. പക്ഷേ കൂടുതൽ കരുത്തുറ്റ സമരങ്ങൾക്ക് മാത്രമേ ഇതിനെ തകർത്തെറിയാനാവൂ. Preparing a protest letter and circular will soon be coming to you. That on that also in every state we have to develop agitation. And just given a very small example, the unorganized sector, what has happened